നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖകാന്തി എന്നാൽ എന്താണ്? മുഖത്തിന് സ്വാഭാവികമായി കാണപ്പെടുന്ന തിളക്കം, പ്രസന്നത, ആകർഷണം, ആരോഗ്യകരമായ ഭാവം എന്നിവയെ സൂചിപ്പിക്കുന്ന പദമാണ് മുഖകാന്തി. പരമ്പരാഗതമായി മുഖകാന്തി എന്നതിൽ ഉൾപ്പെടുന്നത് മുഖത്തിന് സ്വാഭാവികമായ തേജസ് കാണപ്പെടുക, കണ്ണുകളിൽ ഉന്മേഷവും തെളിച്ചവും ഉണ്ടാവുക, ചർമ്മം ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായി തോന്നുക, മുഖഭാവത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും പ്രകടമാകുക, അതുപോലെ മറ്റുള്ളവർക്ക് പ്രസന്നവും ആകർഷണവുമായി അനുഭവപ്പെടുന്ന വ്യക്തിത്വം എന്നിവയാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം പറയാം. 1. മതിയായ ഉറക്കം. 2. പോഷകസമൃദ്ധമായ ഭക്ഷണം. 3. ആവശ്യത്തിന് വെള്ളം കുടിക്കൽ. 4. സ്ഥിരമായ വ്യായാമം. 5. മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ. 6. ശരിയായ ചർമ്മ പരിപാലനം എന്നിവയൊക്കെയാണ് മുഖകാന്തി വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ. ഇനി ആത്മീയമായി എന്തൊക്കെയെന്ന് നോക്കാം. സത്യനിഷ്ഠ, നല്ല സ്വഭാവം, ധ്യാനം, മന്ത്രജപം, ദൈവഭക്തി എന്നിവയും വ്യക്തിയുടെ തേജസ്സും മുഖകാന്തിക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. മുഖത്തിന് കൂടുതൽ തേജസ്സും ആത്മവിശ്വാസവും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ഭക്തിപൂർവവും വിശ്വാസപൂർവവും ജപിക്കേണ്ട ഒരു സൂര്യമന്ത്രം ഈ അധ്യായത്തിൽ പറഞ്ഞു തരാം. മുഖകാന്തിക്കായും വ്യക്തിത്വ ആകർഷണം വർദ്ധിപ്പിക്കാനുമായി ജപിക്കാനായ പല മന്ത്രങ്ങൾ വേറെയുമുണ്ട്. അതിലൊന്നാണ് ഗായത്രി മന്ത്രം. തേജസ്സിനും ബുദ്ധിവികാസത്തിനുമായി ഗായത്രി മന്ത്രത്തെ നിത്യവും 11, 21 അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ മറ്റൊരു മന്ത്രമാണ് ഐശ്വര്യത്തിനും ആകർഷണത്തിനുമായി ജപിക്കേണ്ട ശ്രീ മഹാലക്ഷ്മി മന്ത്രം. മന്ത്രം ഇതാണ്: ഓം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ഈ മന്ത്രത്തെ നിത്യവും 108 തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത താമരയരിമാലയോ തുളസിമാലയോ അല്ലെങ്കിൽ ദേവദാരുമാല കൊണ്ടോ ജപിക്കുക. മുഖകാന്തിക്കായി പരമ്പരാഗതമായി ജപിക്കുന്ന ഒരു ശക്തിയേറിയ സൂര്യമന്ത്രത്തെയാണ് ഇനി പറയാൻ പോകുന്നത്. മന്ത്രം ഇതാണ്: കശ്യപ മഹർഷി ഋഷി ഗായത്രി ഛന്ദഃ സൂര്യദേവ ദേവത. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സഹ സൂര്യായ നമഃ. മന്ത്രത്തെ ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ഹ്രാം ഹ്രീം ഹ്രൗം സഹ സൂര്യായ നമഃ. ഇനി ഈ സൂര്യമന്ത്രത്തെ ജപിക്കേണ്ട വിധിയെ പറഞ്ഞു തരാം. അതിനുശേഷം ഗുണങ്ങൾ പറയാം. സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് സൂര്യോദയ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. ഈറൻ വസ്ത്രങ്ങളായിരിക്കരുത്. ശുദ്ധമായ മനസ്സോടെ ഈ മന്ത്രത്തെ 108 തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം, രക്തചന്ദനം എന്നീ മാലകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് സൂര്യദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക. സാധ്യമെങ്കിൽ സൂര്യഭഗവാന് ആർഘ്യം നൽകിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഈ മന്ത്രം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കൂടി പറയാം. ഈ സൂര്യമന്ത്രം സൂര്യോപാസനയിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. പരമ്പരാഗത വിശ്വാസപ്രകാരം ഈ മന്ത്രത്തെ ഭക്തിയോടെ ജപിച്ചാൽ മുഖകാന്തിയും തേജസ്സും വർദ്ധിക്കാൻ സഹായകമാകും. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നു. മാനസിക ഏകാഗ്രത മെച്ചപ്പെടാൻ സഹായകമാകും. നേതൃത്വ ഗുണവും വ്യക്തിത്വ ആകർഷണവും വളരാൻ സഹായകമാകും. അതുപോലെ നെഗറ്റീവ് തോട്ട്
അഥവാ നിഷേധാത്മക ചിന്തകൾ കുറച്ച് പോസിറ്റീവ് മനോഭാവം നേടാൻ സഹായകമാകും. ആത്മീയ ഗ്രന്ഥങ്ങളിൽ യഥാർത്ഥ മുഖകാന്തി, നല്ല സ്വഭാവം, ശാന്തമായ മനസ്സ്, ആരോഗ്യപരമായ ജീവിതശൈലി എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. മന്ത്രജപം അതിന് ആത്മീയ പിന്തുണ നൽകുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.